بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين أما بعد മഹാനായ ഇമാം ഗസാലി റഹ്മഹുല്ലായുടെ രണ്ട് കിതാബ് നമ്മൾ അൽഹംദുലില്ലാ നോക്കി തീർത്തു. അദ്ദേഹത്തിൻ്റെ അവസാന ഗ്രന്ഥം എന്ന നിലയിൽ അവസാനത്തായി വന്ന മിൻഹാജുൽ ആബിദീനും അദ്ദേഹം തൻ്റെ ശിഷ്യന് അയച്ച കത്ത് ഖുലാസത്തു തസാനീഫ് എന്ന പേരിൽ അറിയപ്പെടുന്ന അയ്യുഹൽ വലദു എന്ന് തുടങ്ങുന്ന ആ കിതാബ് നമ്മൾ ചെറിയ റിസാല അതും നമ്മൾ നോക്കി തീർത്തു. അപ്പോൾ ഒരുപാട് ഉസ്താദന്മാരുടെ അഭിപ്രായവും ആവശ്യവും ആഗ്രഹവുമെല്ലാം മാനിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇഹ്യാ ഉലൂമുദ്ദീൻ ആ കിതാബിനൊന്ന് പരിചയപ്പെടാൻ മാത്രം നമുക്കൊന്ന് ശ്രമിക്കാം. അതിൻ്റെ ലാസ്റ്റ് ഭാഗമാണ് നമ്മൾ തൽക്കാലം ഇവിടെ വിഷയമായിട്ട് എടുക്കുന്നത്. അതിനു മുമ്പ് ഇമാം ഗസാലി ആരാണ് എന്നതിനെക്കുറിച്ച് ചുരുങ്ങിയൊരു വിവരം നമുക്ക് ലഭിക്കുന്നത് നന്നായിരിക്കും. ഇമാം ഗസാലി റഹ്മഹുല്ല ഹുജ്ജത്തുൽ ഇസ്ലാം എന്നാണ് അറിയപ്പെടുന്നത്. ഇസ്ലാമിൻ്റെ ഹുജ്ജത്താണ്. അഥവാ അക്കാലഘട്ടത്തിലെ ദീനീ വിരോധികളായ, നിരീശ്വരവാദികളായ, യുക്തിവാദികളായ, ഇസ്ലാമിനെതിരെ കണ്ടകോടാലി ഉയർത്തിയ സകല ആൾക്കാർക്കും പേടി സ്വപ്നമായിരുന്നു ഇമാം ഗസാലി. അതാണ് ഹുജ്ജത്തുൽ ഇസ്ലാം. ജനങ്ങൾക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു, ദീനിനെതിരെ എന്തെങ്കിലും ശബ്ദിക്കുകയാണെങ്കിൽ എവൻ ശബ്ദിച്ചാലും ആ ശബ്ദം വായടയ്ക്കാൻ ഇമാം ഗസാലിക്ക് കഴിവുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ ഇമാം ഗസാലി ആ കാലഘട്ടത്തിലെ ഇസ്ലാമിക താർക്കികന്മാരിലെ അഗ്രഗണ്യനായി മാറി. അദ്ദേഹം അങ്ങനെയാണ് ഇമാമത്തിലേക്ക് എത്തിയത്. അദ്ദേഹത്തിന്റെ ഹുജ്ജത്തുൽ ഇസ്ലാം എന്ന പേരിൽ അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഈ ഉമ്മത്തിന്റെ പ്രത്യേകിച്ച് ഈ ഖലഫുസ്സാലിഹീങ്ങളിലെ സലഫുസ്സാലിഹീങ്ങൾ ഹിജറ 300 വരെയുള്ളവർക്കാണ് സലഫുസ്സാലിഹീങ്ങൾ എന്ന് പറയുന്നത്. അതിനുശേഷം വന്ന ഖലഫുസ്സാലിഹീങ്ങൾ അവരിലെ ജ്വലിക്കുന്ന സൂര്യനാണ് ഇമാം ഗസാലി. ഈ ഉമ്മത്തിന്റെ ഹുജ്ജത്താണ്, ജ്വലിക്കുന്ന സൂര്യനാണ്. അദ്ദേഹത്തിനെ ഏത് വാക്കുകൾ കൊണ്ട് പുകഴ്ത്തു എന്ന് പറയാൻ പറ്റില്ല. മഹാന്മാര് പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളാണ് അദ്ദേഹത്തിന്റെ കറാമത്ത്. പല അത്ഭുതങ്ങളും ഔലിയാക്കന്മാരും എല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ. അതൊന്നും ഇമാം ഗസാലിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അദ്ദേഹം അതിൽ നിന്നെല്ലാം വളരെ ആലിയാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കറാമത്ത് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ തന്നെയാണ്, പ്രത്യേകിച്ച് ഇഹ്യാ ഉലൂമുദ്ദീൻ. അദ്ദേഹം എന്താണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്, എവിടെ നിന്നാണ് ഈ ഇൽമുകളെല്ലാം അദ്ദേഹത്തിന് ലഭിച്ചത്, വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അദ്ദേഹം ഫാർസിയും നസ്ലാണ്, അറബി പഠിച്ചതാണ്. അദ്ദേഹത്തിന്റെ സ്വന്തം ഭാഷ അല്ല അറബി. ഇമാം അബൂ ഹനീഫ ഫാർസിയും നസ്ലാണ്, അറബി പഠിച്ചതാണ്. പക്ഷെ അദ്ദേഹം ഒരുപാട് ഗ്രന്ഥങ്ങളൊന്നും എഴുതിയിട്ടില്ല. വൈജ്ഞാനിക മേഖലയിൽ ജ്വലിച്ചു നിന്നു. അദ്ദേഹത്തിന് ഒരുപാട് ശിഷ്യന്മാരുണ്ടായി. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മദ്ഹബി രംഗത്ത് പിൻപറ്റുന്നവർ അദ്ദേഹത്തിനെ പിൻപറ്റുന്നവരായിട്ട് മാറി, ഇമാം അബൂ ഹനീഫയുടേതായിട്ട് മാറി. അതെല്ലാം ഉണ്ടെങ്കിലും അദ്ദേഹം ഗ്രന്ഥരംഗത്ത്, രചനാരംഗത്ത് വളരെ ശുഷ്കമായിരുന്നു. രചിച്ചിട്ടുണ്ട് കിതാബ്, എന്നാലും വളരെ ശുഷ്കമായിരുന്നു. ഇമാം ഗസാലി അങ്ങനെയല്ല. അദ്ദേഹം ഫാർസിയൻ നസ്ലാണ്, അഥവാ പേർഷ്യൻ പ്രദേശത്ത് ജനിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ സ്വന്തം മാതൃഭാഷ പേർഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ അറബി ഇഹ്യാ ഉലൂമുദ്ദീനിലെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഭാഷാ ശൈലി, അദ്ദേഹം ആരാണെന്ന് നമ്മൾ വിളിച്ചോതും. അതാ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ കിതാബ് അദ്ദേഹത്തിന്റെ കറാമത്താണെന്ന് പറഞ്ഞു. ചില വിഷയത്തിൽ നമ്മൾ മിൻഹാജൊക്കെ എടുത്തപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും, ചില ഭാഗങ്ങളിലെല്ലാം നഹ്വി രംഗത്ത് ചെറിയ പാളിച്ചയൊക്കെ വന്നതായിട്ട് നമുക്ക് തോന്നും. പക്ഷേ ഇഹ്യാ ഉലൂമുദ്ദീൻ അങ്ങനെയൊന്നുമല്ല. അദ്ദേഹം എങ്ങനെയാണ് ഇത് എഴുതി തീർത്തത് അത്ഭുതപ്പെടുത്തും ലോകത്തിനെ. അതുകൊണ്ട് തന്നെ വലിയ വലിയ ആൾക്കാർക്ക് ഉണ്ടായിരുന്ന അസൂയാലുക്കൾ ഇദ്ദേഹത്തിനെതിരെയും പിടികൂടിയിട്ടുണ്ട്.
ഇമാം അബൂനിഫയ്ക്കെതിരെ അസിയാലുക്കൾ ഉണ്ടായിരുന്നു. ഇമാം ഷാഫിക്കെതിരെ അസിയാലുക്കൾ ഉണ്ടായിരുന്നു. ഇമാം അഹമ്മദിനെ ഒറ്റിക്കൊടുത്ത് നശിപ്പിക്കാൻ ശ്രമിച്ചവരുണ്ടായിരുന്നു. ഇമാം മാലിക്കിനെതിരെയും ഉണ്ടായിരുന്നു. അതുപോലെ ഇമാം ഗസാലി റളിയല്ലാഹുവിനെതിരെയും അസൂയാലുക്കൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരുപാട് അസൂയാലുക്കളുടെ ആ അസൂയാവഹമായ പ്രവർത്തനങ്ങൾക്ക് ഇരയായ ആളുമാണ്. പക്ഷേ അദ്ദേഹം വൈജ്ഞാനിക രംഗത്ത്, അക്കാലഘട്ടത്തിലെ ശാസ്ത്രീയ രംഗത്ത് അഗ്രഗണ്യനാവുകയും ആ ശാസ്ത്ര നിഗമനങ്ങൾ അതിൽ ഇസ്ലാമിന് നിരക്കാത്തുണ്ടെങ്കിൽ അതിനെല്ലാം വെട്ടി നിരത്തുകയും ചെയ്തു ഇമാം ഗസാലി. അദ്ദേഹം മന്തിക്കിന്റെ കിതാബ് പഠിച്ചിട്ടില്ല. പക്ഷേ മന്തിക്കിന് വേണ്ടി മന്തിക്കിനെ സംബന്ധിച്ചുള്ള കിതാബ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. മന്തിക്കിനെ സംബന്ധിച്ചുള്ള കിതാബ് എഴുതിയിട്ടുണ്ട്. മന്തിക്കിന് വിരുദ്ധമായി അതിനെതിരെ റദ്ദും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ആ രംഗത്ത് മുത്താലയിലൂടെ വളരെ ഉയർന്ന രംഗത്തേക്ക് എത്തി. ശാസ്ത്രീയ രംഗത്താണ് അദ്ദേഹം ഒരുപാട് പുരോഗമിച്ചു നിന്നത്. അദ്ദേഹത്തിന്റെ കിതാബുകൾ, അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ ജർമ്മനിയിലെയും ഫ്രാൻസിലെയും എല്ലാം പഴയകാല ലൈബ്രറികളിൽ സുരക്ഷിതമാണ്. അതൊന്നും നമുക്ക് ലഭ്യമല്ല. നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇങ്ങനെ സൂഫിസവുമായി ബന്ധപ്പെട്ട, ഫിഖ്ഹുമായി ബന്ധപ്പെട്ട കുറച്ച് ഗ്രന്ഥങ്ങൾ മാത്രമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. മഹാന്മാര് പറയുന്നത് അത് തന്നെയാണ്. ഇമാം ഗസാലിയുടെ കറാമത്ത് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളാണ്. അറബി അദ്ദേഹത്തിന്റെ ശൈലി അതെല്ലാമാണ്. ഇമാം ഗസാലി ജനിച്ചത് 450-ലാണ്. ഹിജ്റ വർഷം 450-ലാണ് ഇമാം ഗസാലി ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ പിതാവ് നൂൽ നൂക്കുന്ന ആളായിരുന്നു. അതാണ് ഗസാലാണ്. നൂല് നൂക്കുന്ന ആളായിരുന്നു. ഒരു പാവപ്പെട്ടവനായിരുന്നു. കടകളിൽ കൊണ്ടുപോയി നൂല് നൂറ്റി കൊണ്ടുപോയി വിൽക്കും. അങ്ങനെയാണ് അദ്ദേഹം ജീവിച്ചത്. അദ്ദേഹത്തിന്റെ മരണമാസന്നമായപ്പോൾ അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായ ഒരു സൂഫി, ആ സൂഫിയുടെ കയ്യിൽ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള സമ്പത്ത് ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട്, ഇൽമു പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല. എൻ്റെ 2 മക്കളുണ്ട്. ആ മക്കൾ എന്തെങ്കിലും പഠിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർക്ക് വേണ്ടി ഞാൻ ഈ സ്വത്ത് നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. നിങ്ങൾ അത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യണം. എൻ്റെ 2 മക്കളെ ആലിമുകളാക്കണം. അങ്ങനെ അദ്ദേഹം മരിച്ചു. ഈ സൂഫിയായ മനുഷ്യൻ ഇമാം ഗസാലിയുടെയും അദ്ദേഹത്തിന്റെ സഹോദരന്റെയും അബു ഹാമിദ് മുഹമ്മദുൽ ഗസാലി, അഹമ്മദുൽ ഗസാലി, ഈ 2 പേരുടെയും അധ്യയന രംഗം അദ്ദേഹം ഏറ്റെടുക്കുകയും അദ്ദേഹം ഉസ്താദന്മാരിലേക്ക് ഏൽപ്പിക്കുകയും പഠിപ്പിക്കുകയും എല്ലാം ചെയ്തു. കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ തൻ്റെ പിതാവ് കൊടുത്ത കാശ്, സമ്പത്ത് തീർന്നുപോയി, നഷ്ടപ്പെട്ടു പോയി. കാശില്ലാത്തൊരവസ്ഥ വന്നപ്പോൾ ഇമാം ഗസാലിയുടെ ആ മുറബിയായ, സംരക്ഷകനായ ആ സൂഫി അദ്ദേഹത്തിനോടും തൻ്റെ അനുജനോടും ജ്യേഷ്ഠനോടും പറഞ്ഞു, മോനെ, ഞാനൊരു ഫക്കീറാണ്. നിങ്ങളുടെ പിതാവ് നൽകിയത് തീർന്നുപോയി. ഇനിയും നിങ്ങൾക്ക് ചെലവ് തരാനുള്ള കെൽപ്പ് എനിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ 2 പേരെയും ഞാൻ ഒരു മദ്രസയിൽ കൊണ്ടുപോയി ആക്കുകയാണ്. അവിടെ നിന്ന് ഇൽമു പഠിക്കുകയും ചെയ്യാം, നിങ്ങൾക്ക് ഭക്ഷണം കിട്ടുകയും ചെയ്യും. യഥാർത്ഥത്തിൽ ഇൽമു പഠിക്കാൻ വേണ്ടിയല്ല ആ സൂഫിയോരിനെ ഏൽപ്പിച്ചത്, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ്. അവർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ 2 കുട്ടികളെയും പിന്നെ ഈ ഒരു ഉസ്താദിന്റെ ഒരു മദ്രസയിലേക്ക് കൊണ്ട് ഏൽപ്പിച്ചു. ആ മദ്രസയിൽ നിന്ന് അവിടെ നിന്ന് പഠിക്കുക, എന്തെങ്കിലും എല്ലാം ഭക്ഷണം കിട്ടുക, അതിനു വേണ്ടി. ഇമാം ഗസാലി പറയുന്നുണ്ട് അതിനെ സംബന്ധിച്ച്, നമ്മൾ ഇൽമു പഠിച്ചത് അള്ളാഹ് അല്ലാത്തവർക്ക് വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടിയല്ല, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാ തുടങ്ങിയത്. പക്ഷെ അള്ളാഹുവിന് വേണ്ടി മാത്രമായത് ആക്കി തീർത്തു. എന്നെ അള്ളാഹു അങ്ങനെ ഉയർത്തി എന്ന് ഇമാം ഗസാലി പറയുന്നുണ്ട്. അദ്ദേഹത്തിനെ ആ ഉസ്താദിന്റെ അടുക്കലേക്ക് കൊണ്ടുപോയി മദ്രസയിലേക്ക് കൊണ്ട് ചേർത്തതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വിജയമായിട്ട് മാറിയത്. ഇമാം ഗസാലിയുടെ പിതാവിന്റെ കാര്യം പറഞ്ഞു. അദ്ദേഹം ഒരു പാവപ്പെട്ട മനുഷ്യനായിരുന്നു, നൂൽ നൂൽക്കുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹം പണ്ഡിതന്മാരെ വല്ലാതെ ആദരിക്കുന്ന വ്യക്തിയായിരുന്നു. പണ്ഡിതന്മാരുടെ സദസ്സുകളിൽ അദ്ദേഹം പോകുമായിരുന്നു. അവർക്ക് അദ്ദേഹം ഖിദ്മത്തുകൾ ചെയ്യുമായിരുന്നു. എന്തെങ്കിലും എല്ലാം ചെയ്യാൻ പറ്റുന്ന ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കും. കയ്യിലുള്ള എന്തെങ്കിലും എല്ലാം ഉസ്താദന്മാർക്കെല്ലാം കൊടുക്കും. അവരുടെ ചർച്ചകളും സംസാരവും കേൾക്കുമ്പോൾ ഇദ്ദേഹത്തിന് അത് കഴിഞ്ഞില്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹം കരയുമായിരുന്നു.
എന്നിട്ട് അദ്ദേഹം അള്ളാഹുവിനോട് പറയും, പഠിച്ചവനെ എനിക്കൊരു കുട്ടി നൽകണേ, ആ കുട്ടിയെ നീ ഫക്കീഹാക്കണമെന്ന് ദുആ ചെയ്യുമായിരുന്നു. വാഹലിന്റെ മജ്‌ലിസുകളിൽ അദ്ദേഹം ചെല്ലും. ആ വാഹൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ തറയും. അദ്ദേഹം ഇരുന്ന് കരയും. അള്ളാഹുവിനോട് പറയും, പഠിച്ചവനെ എനിക്കൊരു വാഹലായ കുട്ടിയെ തരണേ എന്ന്. ഈ ദുആ അള്ളാഹു താല സ്വീകരിച്ചു. ഒരു കുട്ടി അള്ളാഹു താല ഏറ്റവും വലിയ ആലിമാക്കി, മറ്റൊരു കുട്ടി അള്ളാഹു താല വാഹലാക്കി. അബൂ ഹാമിദ് അൽ ഗസാലി ആ കാലഘട്ടത്തിലെ ഏറ്റവും ദരിദ്രനായിരുന്നു. പക്ഷേ ആ കാലഘട്ടത്തിന്റെ ഇമാമായിരുന്നു. ഇൽമി മൈതാനിലെ പിന്നെ ഫാരിസ് ആയിരുന്നു അദ്ദേഹം. കുതിരപ്പടയാളി. ഇൽമി മൈതാനിലെ വൈജ്ഞാനിക മൈതാനിയിലെ പടയാളിയായിരുന്നു അദ്ദേഹം. ഫാരിസ് ആ മൈതാനിഹി എന്നാ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിനെ അംഗീകരിക്കുന്നവരും അദ്ദേഹത്തിനെ എതിർക്കുന്നവരുമെല്ലാം അദ്ദേഹത്തിന്റെ കഴിവിനെ സാക്ഷീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം വലിയ പുള്ളികളാണെന്ന് ശത്രുക്കൾ പോലും അംഗീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനാണ് അഹമ്മദ്. അദ്ദേഹം വാഹദായിരുന്നു, സൂഫിയായിരുന്നു. അദ്ദേഹം വൈജ്ഞാനിക രംഗത്തും തസൗഫിന്റെ രംഗത്തും വളരെ ഉയർന്നു നിൽക്കുന്ന ആളായിരുന്നു. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ആദ്യം നാട്ടിൽ നിന്ന് ഇൽമുകൾ പഠിച്ചു. പിന്നീട് അദ്ദേഹം തന്റെ ആദ്യത്തെ ഗുരുനാഥൻ അഹമ്മദ് ബിൻ മുഹമ്മദ് റാദ്ഖാനി അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്ന് ഇൽമുകളെല്ലാം പഠിച്ചു. പിന്നീട് ജുർജാനിലേക്ക് പോയി. അബൂ നസർ അൽ ഇസ്മായിലി അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ആ കാലഘട്ടത്തിലുള്ള അദ്ദേഹത്തിന്റെ കയ്യിലുള്ള വിജ്ഞാനങ്ങളെല്ലാം പഠിച്ചു. പിന്നീട് തൂസിലേക്ക് വന്നു. ഇമാം ഗസാലിയുടെ ഒരു അനുഭവം, ഇമാം ഗസാലിയെ സംബന്ധിക്കുന്ന ഒരു അനുഭവം ഇമാം അസ്അദുൽ മഹീനി പറയുകയാണ്. പിന്നെ ഇമാം ഗസാലി പറഞ്ഞതായിട്ട് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന, അദ്ദേഹം എല്ലാ വൈജ്ഞാനിക കാര്യങ്ങളെല്ലാം എഴുതിയെടുത്ത് സൂക്ഷിച്ച് മാറാപ്പിലാക്കി, ഒരു വലിയ പാണ്ഡത്തിലാക്കി അതുമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുകയായിരുന്നു. അപ്പോൾ കൊള്ളക്കാർ അദ്ദേഹത്തിനെ കൊള്ളയടിച്ചു. കയ്യിലുള്ളതെല്ലാം തട്ടിയെടുത്ത് പോയി. അപ്പൊ ഇദ്ദേഹം പറയാണ്, ഞാൻ അവരുടെ പുറകെ പോയി. അപ്പൊ അതിന്റെ നേതാവ് എൻ്റെ അടുക്കലേക്ക് തിരിഞ്ഞു നോക്കി. എന്നിട്ട് പറഞ്ഞു, നാണം ഉണ്ടോടാ, പോടാ, മടങ്ങി പോടാ, അല്ലെങ്കിൽ നീ നശിക്കും, നിന്നെ ഞങ്ങൾ കൊല്ലും എന്നൊക്കെ പറഞ്ഞു. അപ്പോ ഇമാം ഗസാലി പറയാണ്, ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്ത് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, എനിക്ക് നിങ്ങൾ എന്നിൽ നിന്ന് തട്ടിയെടുത്ത സ്വത്തൊന്നും എനിക്ക് തരണ്ട. ഞാൻ എഴുതിയെടുത്ത കുറെ കാര്യങ്ങളുണ്ട്, താരീഖുകൾ, അതെല്ലാം എനിക്ക് മടക്കി തരണം. നിങ്ങൾക്ക് അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ചോദിച്ചു, എന്തിനാ താരീഖ്? അപ്പൊ അദ്ദേഹം പറയാൻ, ഞാൻ പറഞ്ഞു, എൻ്റെ കുറെ എഴുതിയെടുത്ത കിതാബുകളുണ്ട്, അതെനിക്ക് കിട്ടണോ? അത് പറഞ്ഞപ്പോ ആ കൊള്ളത്തലവൻ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, കൈഫ തദ്ദഈ അന്നക അറഫ്ത ഇൽമഹ, എടാ നീ ഇൽമു പഠിച്ചത് എങ്ങനെയാ വാദിക്കുന്നത്? ഫഖദ് അഖദ്നഹ മിൻക, ഞങ്ങൾ അതിനെ പിടിച്ചെടുത്തിരിക്കുകയല്ലേ. അപ്പൊ തജറത്ത മിൻ മാരിഫത്തിഹ, നിനക്ക് ഇപ്പൊ ഇൽമില്ലല്ലോ, ഇൽമല്ല ഞങ്ങളുടെ കയ്യിലല്ലേ. ബക്കീത്ത ബിലാ ഇൽമി, ഒരു ഇൽമു ഇല്ലാണ്ടല്ലേ ഇപ്പൊ കഴിഞ്ഞുകൂടുന്നത്. അവസാന സാധനങ്ങളെല്ലാം കൂടെ മടക്കി കൊടുത്തു. ഗസാലി പറയാണ്, പടച്ചതമ്പുരാൻ ഈ കൊള്ളത്തലവനിലൂടെ എന്നോട് സംസാരിക്കുകയായിരുന്നു, എന്നെ നേർവഴിയിലേക്ക് കൊണ്ടുവരാൻ. അങ്ങനെ ഞാൻ ആ എഴുതിയെടുത്ത് മൊത്തം ഞാൻ പഠിച്ചു. 3 കൊല്ലം അതിനുവേണ്ടി കഴിഞ്ഞുകൂടി. മുമ്പുള്ള ഉസ്താദന്മാരിന്ന് പഠിച്ചെടുത്തതെല്ലാം അദ്ദേഹം ഹിഫ്ള് ചെയ്തു. അങ്ങനെ അദ്ദേഹം, ഇനി ആരെങ്കിലും കൊള്ളയടിക്കുകയാണെങ്കിൽ എൻ്റെ ഇൽമിനെ കൊള്ളയടിക്കാൻ പറ്റില്ല, കാരണം അതെല്ലാം എൻ്റെ മനസ്സിൽ വന്നുപോയി എന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുകയാണ്. പിന്നീട് ഇമാം ഗസാലി നൈസാബൂരിലേക്ക് പോയി. അവിടെ പോയി ഇമാമുൽ ഹറമൈൻ റഹിമഹുല്ലാഹയായിട്ട് കഴിഞ്ഞുകൂടി. അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് ഇൽമു പഠിച്ചു. അദ്ദേഹത്തിന്റെ അടുക്കൽ കഴിയുന്നത്രയും പരിശ്രമിച്ചു. ഷാഫി മദ്ഹബിലെ പ്രഗത്ഭനായിട്ട് മാറി ഇമാം ഗസാലി. പിന്നെ അദ്ദേഹത്തിന്റെ ഷാഫി ഉസൂലും ഷാഫി ഫിഖ്ഹുമെല്ലാം കലക്കി കുടിച്ച് ഇമാമായിട്ട് മാറി ഇമാം ഗസാലി. ഇമാമുൽ ഹറമൈനിയുടെ സഹവാസത്തിലൂടെ. അത് മാത്രമല്ല, തർക്കശാസ്ത്രം പഠിച്ചു. ഇൽമുൽ മന്തിഖ് അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്നിട്ടാണ് ഇദ്ദേഹം നേടിയെടുത്തത്. ഇൽമുൽ ഹിക്മത്ത്, ഫൽസഫ, അതെല്ലാം അദ്ദേഹം പഠിച്ചു എന്നല്ല, അതിലെല്ലാം അദ്ദേഹം പ്രഗത്ഭനായിട്ട് മാറി, മലക്കുള്ളവനായിട്ട് മാറി. വലിയ വലിയ ആൾക്കാരുടെ ഇൽമുകളെല്ലാം അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെ ശത്രുക്കൾ, യുക്തിവാദികളായ ദീനിന്റെ ശത്രുക്കൾ, അവർക്ക് മറുപടി കൊടുക്കലും അവരുടെ വാദഗതിയെ പൊളിച്ചെടുക്കലുമെല്ലാം ഇദ്ദേഹം തന്റെ ജോലിയായിട്ട്
കരുതി അതിൽ അദ്ദേഹം വ്യാപൃതനായി. ആ വിഷയത്തിലെല്ലാം അദ്ദേഹം കിതാബുകൾ എഴുതി, ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതി. പിന്നീട് ഇമാമുൽ ഹറമൈൻ വഫാത്തായി കഴിഞ്ഞപ്പോൾ ഇമാം ഗസാലി അസ്കർ എന്നൊരു സ്ഥലത്തേക്ക് പോയി. നിലാമുൽ മുൽക്ക് എന്ന ആ കാലഘട്ടത്തിലെ മദ്രസ നിലാമിയ സ്ഥാപിച്ച മന്ത്രിയുടെ അടുക്കലേക്ക് അവിടെ പോയി. അവിടെയുള്ള ഉലമാക്കളുമായിട്ട് ഇദ്ദേഹം തർക്കിച്ചു. ഇദ്ദേഹത്തിന് കഴിവുണ്ടെന്ന് മനസ്സിലായി. നിലാമുൽ മുൽക്ക് അദ്ദേഹത്തിനെ മദ്രസ നിലാമിയുടെ ഉസ്താദായിട്ട് ഏൽപ്പിച്ചു. അങ്ങനെ നിലാമിയയില് ഹിജ്റ 484 50-നാണല്ലോ ജനിച്ചത്. 484 അദ്ദേഹം നിലാമുൽ മുൽക്കില് നിലാമിയ മദ്രസയിലെ ആ അറബിക് കോളേജിന്റെ അല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയുടെ റെക്ടറായിട്ട് മാറി, അതിന്റെ ചാൻസലറായിട്ട് മാറി. അദ്ദേഹം ഇൽമു പഠിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ വൈജ്ഞാനിക രംഗം, അദ്ദേഹത്തിന്റെ വിവരണത്തിന്റെ ശൈലി, അതിൽ ജനങ്ങൾ ആകൃഷ്ടരായി. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും അങ്ങോട്ട് ആൾക്കാർ വരുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ അവിടെ അദ്ദേഹം കഴിഞ്ഞുകൂടി. ആ കാലഘട്ടത്തിൽ നിലാമുൽ മുൽക്കിന്റെ കാലഘട്ടത്തോളം അദ്ദേഹം അവിടെ തന്നെ കഴിഞ്ഞുകൂടി. അദ്ദേഹം ലർബുൽ മസലായിട്ട് മാറി. അഥവാ ഗസാലിയെ നോക്കി പഠിക്കട, ഗസാലി എവിടെയും എടുത്തു പറയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറി. അങ്ങനെ വലിയ പുള്ളിയായി. അദ്ദേഹം അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നെഫ്സിന് മറ്റൊരു മാറ്റം സംഭവിച്ചു. ആ മാറ്റമാണ് സുഹുദിന്റെ മാറ്റം. മറ്റൊരു മാറ്റം, സുഹുദിന്റെ മാറ്റം, തസവുഫിന്റെ മാറ്റം. അതിനെല്ലാം ഒരുപാട് കാരണങ്ങളൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സഹോദരൻ അഹമ്മദുൽ ഗസാലി വലിയ സൂഫിയായിരുന്നു. ആ സൂഫിയായ, ഞാൻ നേരത്തെ മിൻഹാജുൽ ആബിദിന്റെ വ്യാഖ്യാനത്തിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. അൽ മുൻഖിദു മിനൽ ലലാൽ എന്ന അദ്ദേഹത്തിന്റെ ഒരു കിതാബുണ്ട്, ചെറിയ ഗ്രന്ഥം. എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ പറഞ്ഞ ഫൽസഫയും മന്തിക്കും മറ്റ് ഫിഖഹിന്റെ ഗ്രന്ഥങ്ങളും അതുപോലുള്ള ഗ്രന്ഥങ്ങളെല്ലാം വിട്ട് സൂഫിസത്തിലേക്ക് പോയത് എന്നാണ് അൽ മുൻഖിദു മിനൽ ലലാലിൽ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം കാലാകാലം നിലനിൽക്കുന്ന രംഗത്തേക്ക് അദ്ദേഹം തിരിഞ്ഞു. നശിച്ചു പോകുന്ന വിജ്ഞാനം വിട്ടിട്ട് കാലാകാലം നിലനിൽക്കുന്ന രംഗത്തേക്ക് അദ്ദേഹം തിരിഞ്ഞു, ഇമാം ഗസാലി റഹിമഹുല്ല. അങ്ങനെ അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്നും ഇത്തരം ചിന്തകളൊക്കെ മാറി. ഹിജ്റ 484 അദ്ദേഹം ദർസ് തുടങ്ങി. 4 വർഷമേ ദർസ് നടത്തിയിട്ടുള്ളൂ. ഹിജ്റ 488 അദ്ദേഹം ആ ദർസ് വിട്ടിട്ട് അദ്ദേഹം ഹജ്ജിനായിട്ട് പുറപ്പെട്ടു. ഇതാണ് ചരിത്രത്തിൽ കാണുന്നത്. ഒരു കിതാബിലുള്ളതാണ് ഞാൻ നോക്കി പറയുന്നത്. അദ്ദേഹം ഹജ്ജിനായി പുറപ്പെട്ടു. തന്റെ സഹോദരനെ അവിടെ പിടിച്ച് മുദരിസാക്കിയിട്ട് അദ്ദേഹം ഹജ്ജിന് പുറപ്പെട്ടു. എന്നിട്ട് അദ്ദേഹം ഡമാസ്കസിലേക്ക് പോയി. അവിടുത്തെ ഒരു ജാമിയ അമവിയ്യ പള്ളിയിൽ അദ്ദേഹം പോയി ഇഅ്തികാഫ് അനുഷ്ഠിച്ചു. അവിടെ കഴിഞ്ഞുകൂടി. അദ്ദേഹം പിന്നെ സാഹിദായിട്ട് മാറി. അദ്ദേഹം പരിവൃത്ത വസ്ത്രങ്ങൾ ധരിച്ചു. ഭക്ഷണവും വെള്ളവുമെല്ലാം കുറച്ചു. അദ്ദേഹം പിന്നെ ഇഹ്യാ ഉലൂമുദ്ദീൻ രചിക്കാൻ തുടങ്ങി. അദ്ദേഹം ആ രംഗത്ത് ഉയർന്നു. ഒരുപാട് സിയാറത്തുകൾ അദ്ദേഹം ചെയ്തു. മഹാന്മാരുടെ ഖബറുകളൊക്കെ അദ്ദേഹം പോയി സന്ദർശിച്ചു. പള്ളികളും എല്ലാം സന്ദർശിച്ചു. സാധുക്കളായ ആൾക്കാരുടെ അടുക്കിലേക്ക് പോകാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ മനസ്സിൽ അള്ളാഹുവിനോടുള്ള ഇൽമിന്റെ ഇബാദത്തിന്റെ മുജാഹദ അത് വളരെ വർദ്ധിച്ചു. അദ്ദേഹം വലിയ ഗുണവാന്മാരായ അബ്രാറുകളുമായി മുജാഹദയിൽ ഏർപ്പെട്ടു. അവരുമായി ബന്ധപ്പെട്ട് ഇബാദത്തിന്റെ ഉന്നതമായ പരിശ്രമത്തിൽ അദ്ദേഹം ഏർപ്പെട്ടു. ഒരുപാട് കഷ്ടപ്പാടുകൾ അദ്ദേഹം സഹിച്ച് ഇബാദത്തിൽ കഴിഞ്ഞുകൂടി. അങ്ങനെ ഖൽബ് ശുദ്ധിയാക്കി അദ്ദേഹത്തിന്റെ വൈജ്ഞാനിക രംഗമെല്ലാം പരിപൂർണമായും അദ്ദേഹം ശുദ്ധിയാക്കി സുഹുദിന്റെ വഴിയിലേക്ക് അദ്ദേഹം തിരിഞ്ഞു. വീണ്ടും തിരിച്ച് ബഗ്ദാദിലേക്ക് വന്നു. കുറച്ചു കാലം വീണ്ടും അവിടെ തന്നെ അദ്ദേഹം ദർസ് നടത്തി. മദ്രസ നിലാമിയയിൽ ഇഹ്യാ ഉലൂമുദ്ദീനൊക്കെ അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്തു. പക്ഷെ അദ്ദേഹത്തിന് ഹദീസി രംഗത്ത് കാര്യമായ കാൽവെപ്പുണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. ഹദീസുകൾ നമുക്കെല്ലാം അറിയുന്ന പോലെ അദ്ദേഹത്തിന് ഹദീസ് അറിയാം. പക്ഷേ അദ്ദേഹം ഒരു ഹദീസ് പണ്ഡിതനായ ഒരു മുഹദ്ദിസിലേക്ക് നോക്കുകയാണെങ്കിൽ, ഒരു മുഹദ്ദിസ് അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇമാം ഗസാലി ഹദീസ് രംഗത്ത് പൂജ്യമായിരുന്നു. ഹദീസുകളുണ്ട്, ഇഹ്യാ ഉലൂമുദ്ദീൻ ഒരുപാട് ഹദീസുകളുണ്ട്. അതിൽ സഹീഹ ഹദീസ് വളരെ കുറവാണ്. ദഈഫും മൗദൂഉം എല്ലാമാണ് അതിലുള്ളത്. ഹദീസ് രംഗത്തേക്ക് അദ്ദേഹം തിരിഞ്ഞില്ല. കൂടുതൽ ഫിഖഹിന്റെ രംഗത്തേക്കും ശാസ്ത്രീയ രംഗത്തേക്കും എല്ലാം തിരിഞ്ഞപ്പോൾ ഹദീസിലേക്ക് തിരിയാൻ അദ്ദേഹത്തിന് സന്ദർഭം കിട്ടിയില്ല.
എന്നാലും അദ്ദേഹം വല്ലാതെ ഉയർന്ന ഒരു പദവിയിലേക്ക് എത്തി, ഉയർന്ന ഏറ്റവും ഉന്നതമായ ഒരു പദവിയിലേക്ക് എത്തി. ഇമാം മുഹമ്മദ് ബിൻ യഹ്യ പറയാണ്, ഇമാം ഗസാലി രണ്ടാം ഷാഫിഈയാണ്, രണ്ടാം ഷാഫിഈ. ഇമാം ഗസാലിയുടെ ഇൽമിലേക്ക് എത്തണമെങ്കിൽ അത് മനസ്സിലാക്കാൻ കൂടുതൽ വൈജ്ഞാനികമായ പിന്നെ ഖുവ്വത്തുണ്ടാവണം. അങ്ങനെയുള്ള ഒരാൾക്ക് ഇമാം ഗസാലിയുടെ വിജ്ഞാനം മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്ന് മഹാന്മാർ പറയുന്നുണ്ട്. ഇമാം ഗസാലിയെ തള്ളിപ്പറഞ്ഞ കുറെ ആൾക്കാർ അന്നുണ്ടായിരുന്നു, കുറെ ഫിത്നയുടെ ആൾക്കാർ. അവർ ഇമാം ഗസാലിയെ തള്ളിപ്പറഞ്ഞു. ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഗ്രന്ഥത്തിനെ തള്ളിപ്പറഞ്ഞു. അങ്ങനെയും ഒരുപാട് സംഭവങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതം പിന്നെ തസൗഫിന്റെ ജീവിതമായിരുന്നു. സൂഫിസത്തിനെ എതിർക്കുന്നവർ അതിനെ തള്ളിപ്പറഞ്ഞു. ഗസാലിക്ക് വിവരമില്ല എന്ന് പറഞ്ഞു. കിതാബ് ഇങ്ങനെ കുറെ ശാസ്ത്രം പഠിച്ചിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇന്ന് പറയുന്നത് പോലെ പലരെ സംബന്ധിച്ചു. ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹു അതെല്ലാം കേട്ട് അദ്ദേഹം ദറസിലും ഇബാദത്തിലുമെല്ലാമായി കഴിഞ്ഞുകൂടി. വിശുദ്ധ ഖുർആനിന്റെ ഖത്തത്തിൽ അദ്ദേഹത്തിന്റെ സ്ഥലങ്ങൾ മുഴുവനും അദ്ദേഹം സൂഫികൾക്കും മദ്രസയ്ക്കും വേണ്ടി വഖഫ് ചെയ്തു. അങ്ങനെ മഹാന്മാരുടെ സഹവാസം അദ്ദേഹം ഇഷ്ടപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കഴിഞ്ഞുകൂടി. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ ഒരുപാടുണ്ട്. ഷാഫി മദ്ഹബിലെ വസീത്ത്, ബസീത്ത്, വജീസ്, ഖുലാസ, മുസ്തസ്ഫ, മൻഹൂല്, തഹ്സീനുൽ അദില്ല, ഷിഫാഉൽ അലീൽ, അൽ അസ്മാഉൽ ഹുസ്ന, അർ റദ്ദു അലൽ ബാത്തിനിയ്യ, മിൻഹാജുൽ ആബിദീൻ, ഇഹ്യാ ഉലൂമുദ്ദീൻ, ബിദായത്തുൽ ഹിദായ, അയ്യുഹൽ വലദ്, അൽ മുൻഖിദ് മിനൽ ദലാൽ. ഇങ്ങനെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥം 1000-ഓളം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം വലിയ മഹാനായിരുന്നു. ഉന്നതമായ പദവിയിലേക്ക് അദ്ദേഹം എത്തി. അദ്ദേഹം ഹിജ്റ വർഷം 555 അദ്ദേഹം വഫാത്തായി. 450 ജനിച്ചു, 505 അദ്ദേഹം വഫാത്തായി. 55 വർഷമാണ് അദ്ദേഹം ജീവിച്ചത്. ആ ജീവിതത്തിലെ ഒരു 34 വയസ്സ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം തസോഫിന്റെ വഴിയിലേക്ക് തിരിഞ്ഞു. പിന്നെയുള്ള കുറഞ്ഞ കാലഘട്ടം ആ വഴിയിലായിരുന്നു. ആ വഴിയിലാണ് അദ്ദേഹത്തിന്റെ ലോകപ്രശസ്തമായ പല ഗ്രന്ഥങ്ങളും പിന്നെ രൂപം പ്രാപിച്ചത്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിച്ചവർക്ക് വന്ന ഒരു ദുർഗതിയെ സംബന്ധിച്ച് ചരിത്രത്തിൽ കാണുന്നുണ്ട്. അദ്ദേഹത്തിനെ ആക്ഷേപിക്കുകയും ഇഹ്യാ ഉലൂമുദ്ദീനെ പറയുകയും അദ്ദേഹത്തിന് എപ്പോഴും തെറി പറയുകയും ചെയ്ത ഒരു വ്യക്തി. ആ വ്യക്തി നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കണ്ടു. ഇമാം അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഉണ്ട്. ഇമാം ഗസാലി അവിടുന്ന് മുമ്പിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ഇമാം ഗസാലി പറയുന്നു, യാ റസൂലല്ലാഹ്, ഹാദാ, ഈ മനുഷ്യൻ എന്നെ വല്ലാതെ യതകല്ലമു ഫിയ്യ വയൂദീനി, എന്നെ സംബന്ധിച്ച് അനാവശ്യങ്ങൾ പറയുന്നു, എന്നെ ഉപദ്രവിക്കുന്നു. അപ്പൊ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി ചാട്ട ഇങ്ങനെ എടുക്കുക, ഹാത്തു സിയാദ് വ അമറ ബിഹി. അങ്ങനെ ഫളുരിബ ബൈന യദിഹി, റസൂലുള്ളാഹിയുടെ മുമ്പിൽ വെച്ച് ഈ മനുഷ്യനെ അടിക്കപ്പെട്ടു. ലിഅജ്ലിൽ ഗസാലിക്ക് വേണ്ടി. ആ മനുഷ്യൻ പെട്ടെന്ന് സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു നോക്കി. അപ്പൊ കാണാൻ ശരീരത്തിൽ ചാട്ടയുടെ പാടുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണുന്നു. ഗസാലിയെ ആക്ഷേപിച്ചവർക്ക് വന്ന ദുർഗതിയെ സംബന്ധിച്ചാണ് ഈ പറഞ്ഞത്. ഇങ്ങനെ ചരിത്രം കിതാബിൽ കാണുന്നു. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിന്റെ ഉന്നതമായ കാൽപ്പാടുകളെ പിൻപറ്റി നമുക്ക് ജീവിച്ച് പരിശുദ്ധനായ രക്ഷിതാവിന്റെ പൊരുത്തം കരസ്ഥമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെയും ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ബുധനാഴ്ച